അർജന്റീനയ്ക്കെതിരായ നിർണായക സെമിഫൈനൽ പോരാട്ടത്തിൽ ഇംഗ്ലണ്ട് പരാജയപ്പെട്ട് പുറത്തായതിനു പിന്നാലെ പരിശീലകൻ തോമസ് ടൂഷേലിന്റെ തന്ത്രങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. ഫിഫയുടെ ഔദ്യോഗിക ചടങ്ങിനിടെയായിരുന്നു ടൂഷേലിന്റെ തീരുമാനങ്ങളെ ട്രംപ് പരിഹസിച്ചത്. മത്സരത്തിന്റെ 55-ാം മിനിറ്റിൽ ആന്റണി ഗോർഡനിലൂടെ ഇംഗ്ലണ്ട് ലീഡ് നേടിയിരുന്നു. എന്നാൽ ലീഡ് നിലനിർത്താനായി 5 പ്രതിരോധ നിരക്കാരെ അണിനിരത്തിയ ടൂഷേലിന്റെ തന്ത്രം തിരിച്ചടിയായി. ഇതോടെ സൂപ്പർ താരം ഹാരി കെയ്ന് സ്വന്തം ബോക്സിലേക്ക് ഇറങ്ങി പ്രതിരോധത്തിൽ പങ്കുചേരേണ്ടി വന്നു. ഈ പിഴവ് മുതലെടുത്ത അർജന്റീന 2-1 വിജയിച്ച് ഫൈനലിലേക്ക് മുന്നേറി. താനുമായി ഗോൾഫ് കളിച്ചിട്ടുള്ള ഹാരി കെയ്നെ പ്രതിരോധ താരമായി ഉപയോഗിച്ചതിനെ ട്രംപ് അസാധാരണമായാണ് വിലയിരുത്തിയത്. ഹാരി കെയ്ൻ അസാമാന്യ കളിക്കാരനാണ്, എന്നാൽ അദ്ദേഹത്തെ പ്രതിരോധ താരമാക്കിയത് വലിയ തെറ്റാണെന്ന് ട്രംപ് പറഞ്ഞു. അതേസമയം വിമർശനങ്ങളെ തള്ളിയ ടൂഷേൽ തന്റെ തന്ത്രങ്ങളെ ന്യായീകരിച്ചു. രണ്ടാം പകുതിയിലെ തീരുമാനങ്ങളിൽ ഖേദമില്ലെന്നും ടൂർണമെന്റിലെ മികച്ച പ്രകടനമായിരുന്നു ഇതെന്നും അദ്ദേഹം പറഞ്ഞു. ഇംഗ്ലീഷ് FA ടൂഷേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2028 വരെ അദ്ദേഹം പരിശീലകനായി തുടരുമെന്നാണ് സൂചനകൾ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.